പശുവിൻ്റെ മറുപിള്ളയാവട്ടെ ഇന്നത്തെ വിഷയം. പല നാടുകളിൽ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. പ്രസവശേഷം കുട്ടിയെ പൊതിഞ്ഞിരുന്ന ആ ആവരണം പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു. ഇതിനെയാണ് മറുപിള്ള അഥവാ മറുകുട്ടി അഥവാ മായ് അല്ലെങ്കിൽ മാച്ച് എന്നൊക്കെ പറയുന്നത്. ഇത് നോർമലി 30 മിനിറ്റിന് ശേഷം തന്നെ പുറന്തള്ളപ്പെടേണ്ടതാണ്. ചിലപ്പോൾ 12 മണിക്കൂറും എടുത്തേക്കാം. എങ്ങനെയൊക്കെ ആയാലും ഇത് സാധാരണ രീതിയിൽ പുറന്തള്ളപ്പെടുന്നതാണ് പശുവിൻ്റെ ആരോഗ്യത്തിന് നല്ലത്. പുറന്തള്ളപ്പെടുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നാം ഈ വീഡിയോയിലൂടെ ഇവിടെ കാണുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഇത് സാധാരണയായി പുറന്തള്ളപ്പെടാതെ ഇരിക്കുന്നു. എന്തൊക്കെയാണ് ആ അവസ്ഥകളെന്ന് നോക്കാം. പശുവിൻ്റെ ആരോഗ്യക്കുറവ്, ഉയർന്ന അന്തരീക്ഷ താപനില, മറ്റ് അസുഖങ്ങൾ, പോഷകാഹാരക്കുറവുകൾ, ചില പ്രത്യേക ധാതു ലവണങ്ങളുടെയും വൈറ്റമിനുകളുടെയും അഭാവം എന്നിങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് മറുകുട്ടി പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പോകാതെ ഇരിക്കാം. വളരെ വിഷമകരമായ പ്രസവത്തിന് ശേഷവും അല്ലെങ്കിൽ ഗർഭാശയം ജഡാവസ്ഥയിലായി പോകുന്നത് കൊണ്ടോ, അതായത് യൂട്രൈൻ ഇനേർഷ്യ എന്നൊക്കെ പറയും, അതിനുശേഷവും ഒക്കെ മറുകുട്ടി സാധാരണഗതിയിൽ പുറന്തള്ളപ്പെടാതെ ഇരിക്കും. ചില സമയങ്ങളിൽ രാത്രികാലങ്ങളിൽ പ്രസവിക്കുന്ന പശു മറുകുട്ടി ഇട്ടോ എന്ന് കർഷകന് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള സമയത്ത് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് മറുപിള്ള പശുക്കൾ തിന്നുപോയിട്ടുണ്ടോ എന്നതാണ്. മറുപിള്ള പശു തിന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വളരെ നാളായി ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ അല്ലറ ചില്ലറ ദഹനക്കേടുകൾ ഒഴിച്ചാൽ കാര്യമായ പ്രശ്നമൊന്നുമില്ല. ഈ വീഡിയോയിൽ കാണുന്നത് നോക്കൂ. ഈ രീതിയിലാണ് മറുപിള്ള പുറന്തള്ളപ്പെട്ട് കിട്ടേണ്ടത്. അതിൻ്റെ മുഴുവൻ സ്ഥലങ്ങളും ഉൾപ്പെടുത്തിയാണ് അത് കിട്ടേണ്ടത്. മറുപിള്ള അഥവാ പ്ലാസൻ്റ പശുവിൻ്റെ ശരീരത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നത് വിവിധ തരം ബട്ടണുകൾ പോലെയുള്ള വസ്തുക്കൾ കൊണ്ടാണ്. പ്രസ് ബട്ടൺ പോലെ തോന്നും നമുക്ക്. മറുകുട്ടിയുടെ ഒരു ഭാഗവും പശുവിൻ്റെ ഗർഭാശയത്തിൻ്റെ ഒരു ഭാഗവും ചേർന്നാണ് ഈ ബട്ടണുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കോട്ട്ലിഡൻസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. മറുകുട്ടി പുറന്തള്ളപ്പെടാതെ ഇരിക്കുന്ന അവസ്ഥയിൽ വെറ്ററിനറി സർജൻ ചെയ്യുന്നത് ഉള്ളിലേക്ക് കൈയിട്ട് ഈ കോട്ട്ലിഡൻസ് ഓരോന്നായി വേർപെടുത്തി പതുക്കെ ശ്രദ്ധാപൂർവം അവ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. മറുകുട്ടി ഇങ്ങനെ പുറത്തെടുക്കണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് പലവിധ തർക്കങ്ങൾ നിലവിലുണ്ട്. സാധാരണഗതിയിൽ മറുപിള്ളയുടെ ഒരല്പം പോലും പുറത്തേക്കില്ലാതെ ഗർഭാശയത്തിനുള്ളിൽ തന്നെ അത് നിലനിൽക്കുകയാണെങ്കിൽ അതൊരു അൺകോംപ്ലിക്കേറ്റഡ് റിട്ടൻഷൻ ഓഫ് ഫീറ്റൽ മെംബ്രെയിൻസ് എന്നാണ് പറയുക. അതായത് അതിന് അണുബാധ ഉണ്ടാകാൻ, പുറമേ നിന്നുള്ള അണുബാധ ഉണ്ടാകാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അങ്ങനെയുള്ള കേസുകളിൽ അതിനെ സാധാരണ രീതിയിലുള്ള പുറന്തള്ളലിന് വിധേയമാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിനു വേണ്ടിയിട്ട് ഗർഭാശയത്തിൽ നിന്ന് അഴുക്ക് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ്. ലിക്വിഡായിട്ടും ഗുളികകളായിട്ടും ഒക്കെ ലഭ്യമാണ്. അതൊരു വെറ്ററിനറി സർജൻ്റെ മേൽനോട്ടത്തിൽ അത് കൊടുക്കാവുന്നതാണ്. എന്നാൽ ചില സമയത്ത് കുറച്ച് ഭാഗം മാത്രം പുറത്തേക്കും, പലപ്പോഴും അത് മണ്ണിലും അഴുക്കിലും പുരണ്ട് മലിനമായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകാം. ഈ ഒരു അവസ്ഥയിൽ ഈ മറുകുട്ടി വഴി പശുവിൻ്റെ ഗർഭാശയത്തിനകത്തേക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കേസുകളിൽ ഈ മറുകുട്ടി പുറത്തെടുത്ത് കളഞ്ഞ് ഉള്ളിലേക്ക് അതിനനുസൃതമായ മരുന്നുകളും വയ്ക്കുന്നത്. മരുന്നുകൾ ഉള്ളിലേക്ക് ഗുളികകൾ നിക്ഷേപിക്കുന്നത് കൂടാതെ അണുബാധ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അതിന് പശുവിന് വായിലൂടെയും കൊടുക്കാറുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ പക്ഷേ ഈ നീണ്ടു നിൽക്കുന്ന മറുകുട്ടി, പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന മറുകുട്ടി മുറിച്ച് കളഞ്ഞിട്ട് അതിനകത്തുള്ള മറുകുട്ടിയുടെ ഭാഗം അണുബാധ തടഞ്ഞുകൊണ്ട് തന്നെ നോർമലായിട്ടുള്ള പുറന്തള്ളലിന് വിധേയമാക്കുകയും ചെയ്യാറുണ്ട്. ആ മാർഗവും അഭിലഷണീയം തന്നെ. എന്തു തന്നെ ആയിരുന്നാലും
പശുവിൻ്റെ ശരീരത്തിൽ നിന്ന് മറുകുട്ടി യഥാവിധി പുറന്തള്ളപ്പെടേണ്ടത് ഒരാവശ്യം തന്നെയാണ്. അത് കൃത്രിമമായാലും അല്ലാതെ ആയാലും അത് ശരിയായ രീതിയിൽ അണുവിമുക്തമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ല എങ്കിൽ പിന്നീട് അത് പശുവിൻ്റെ ശരീരത്തിൽ ഉള്ള പല മാറ്റങ്ങൾക്കും ഇടയാക്കും. ഉദാഹരണത്തിന് രണ്ടാമത് വീണ്ടും ഗർഭധാരണം താമസിക്കൽ, ഗർഭാശയത്തിലെ അണുബാധ, അങ്ങനെയുള്ള ഫലങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് കൃത്യമായി മറുകുട്ടി പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മറുകുട്ടി കൃത്യമായി പോയില്ലെങ്കിൽ അത് പുറന്തള്ളപ്പെടാനുള്ള സാഹചര്യം ഒരുക്കുക എന്നത് കർഷകൻ്റെ ഉത്തരവാദിത്തമാണ്. അത് വെറ്ററിനറി സർജൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ. ഒരു ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ അതിനകത്ത് തീർച്ചയായും പശുവിൻ്റെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് മറുകുട്ടി എടുത്തു കളയണോ നോർമലായി പോകണമോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. എങ്ങനെയൊക്കെ ആയാലും അണുബാധയില്ലാതെ നമ്മുടെ പശുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കർഷകൻ്റെ വളരെ സുപ്രധാനമായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്ന്. എല്ലാവരും പ്രസവശേഷം ആ രീതിയിലുള്ള മേൽനോട്ടം നടത്തും എന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സന്ദർശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.